നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ മലയാളത്തിൻ്റെ ഭാഗത്തു നിന്നും വളരെ പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് പരിശോധിക്കാം. പരീക്ഷയിൽ ഉറപ്പായിട്ടും വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പരിശോധിക്കുന്നത്. ആദ്യത്തെ ചോദ്യം, ശരിയായ പദമേത്? ശരിയായിട്ടുള്ള പദമേതാണ്? ഈ 4 ഓപ്ഷൻസിൽ ശരിയായിട്ടുള്ള പദമേതാണ്? നമുക്ക് പരിശോധിക്കാം. ഇതിൽ ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള പദം. ഏതാണ്? ആദരാഞ്ജലിയാണ് ശരിയായിട്ടുള്ള പദം. അപ്പോൾ ശരിയായ പദം ഏതാണ്? ശരിയായ പദം ഓപ്ഷൻ ഡി ആണ്. അതാണ് ശരിയായിട്ട് ഇവിടെ കൊടുത്തിട്ടുള്ളത്. രണ്ടുപേരുടെയും ഇഷ്ടം ഒന്നാകുക എന്നർത്ഥമുള്ള ശൈലി ഏതാണ്? ഈ രണ്ടുപേരുടെയും ഇഷ്ടം ഒന്നാവുക എന്നർത്ഥം വരുന്ന ശൈലി 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. വഞ്ചി തിരുനക്കര തന്നെ, ആറ്റിൽ കളഞ്ഞാലും അളന്നു കളയണം, അച്ഛൻ ഇച്ഛിച്ചതും പാല്, വൈദ്യൻ കൽപ്പിച്ചതും പാല്, അംഗവും കാണാം, താളിയും ഒടിക്കാം. ഇതിലേതാണ് രണ്ടുപേരുടെയും ഇഷ്ടം ഒന്നാവുക എന്നർത്ഥം വരുന്ന ശൈലി? ഓപ്ഷൻ സി ആണല്ലേ. ഓപ്ഷൻ സി മാത്രമാണ് ഇതുമായിട്ടൊരു ബന്ധമുള്ളത്. അച്ഛൻ ഇച്ഛിച്ചതും പാല്, വൈദ്യൻ കൽപ്പിച്ചതും പാല്. ഇതാണ് ശരിയായിട്ടുള്ള ശൈലി. നമ്മൾ രോഗി ഇച്ഛിച്ചതും പാല്, വൈദ്യൻ കൽപ്പിച്ചതും എന്നൊക്കെയാണ് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇവിടെ അച്ഛൻ ഇച്ഛിച്ചതും പാല്, വൈദ്യൻ കൽപ്പിച്ചതും പാല് എന്നാണ് ശൈലി തന്നിട്ടുള്ളത്. താഴെ കൊടുത്തിരിക്കുന്നതിൽ ആദേശസന്ധിക്ക് ഉദാഹരണം ഏതാണ്? ഈ ഓപ്ഷൻസിൽ ആദേശസന്ധിക്ക് ഉദാഹരണം ഏതാണ്? പകൽപൂരം, മുൽപ്പാട്, ഒരണ, കരിയില. ഇതിൽ ഓപ്ഷൻ ബി മുൽപ്പാടാണ് ആദേശസന്ധിക്ക് ഉദാഹരണം. നമ്മൾ സന്ധി നിയമങ്ങളുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്. ആ ക്ലാസ്സുകൾ സന്ധി നിയമങ്ങൾ അറിയാത്ത കുട്ടികൾ ഒന്ന് പരിശോധിക്കേണ്ടതാണ്. അപ്പം എന്താണ്? ആദേശസന്ധിക്ക് ഉദാഹരണമാണ് ചോദിച്ചത്. ആദേശസന്ധിക്ക് ഉദാഹരണമാണ് മുൽപ്പാട്. ലേഖകൻ എന്ന പദത്തിന്റെ സ്ത്രീലിംഗ രൂപം ഏതാണ്? ലേഖകന്റെ സ്ത്രീലിംഗ രൂപം ഏതാണ്? ലേഖകന്റെ സ്ത്രീലിംഗമാണ് ലേഖിക. ലേഖകൻ, ലേഖിക. ലേഖകന്റെ സ്ത്രീലിംഗ ഏതാണ്? ലേഖകന്റെ സ്ത്രീലിംഗ രൂപമാണ് ലേഖിക. ദീർഘം എന്ന പദത്തിന്റെ വിപരീത പദം ഏതാണ്? ദീർഘം എന്ന പദത്തിന്റെ വിപരീത പദം ഏതാണ്? നോക്കിക്കേ. അതിദീർഘം, ഹ്രസ്വം, അദീർഘം, നദീർഘം. ഇതിലേതാണ് ദീർഘം എന്നതിൻ്റെ വിപരീത പദം? ദീർഘം എന്ന പദത്തിന്റെ വിപരീത പദമാണ് ഹ്രസ്വം. ദീർഘത്തിന്റെ വിപരീത പദം ഏതാണ്? ദീർഘത്തിന്റെ വിപരീത പദമാണ് ഹ്രസ്വം. ഘടകപദമാക്കുമ്പോൾ വ്യത്യസ്തമായി വരുന്നത് ഏതാണ്? പ്രതിദിനം, അനുചിതം, സസുഖം, രാപ്പകൽ. ഇതിൽ ഘടകപദമാക്കുമ്പോൾ വ്യത്യസ്തമായിട്ട് വരുന്നത് രാപ്പകലാണല്ലേ. രാപ്പകൽ. താഴെ പറയുന്നതിൽ കലപ്പയുടെ പര്യായമല്ലാത്ത ശബ്ദം ഏതാണ്? കലപ്പയുടെ പര്യായമല്ലാത്ത ശബ്ദമാണ് നമ്മളോട് ചോദിക്കുന്നത്. കലപ്പയുടെ പര്യായമല്ലാത്ത ശബ്ദം ഇതിലേതാണ്? സീരം, ഹലം, കരി, മഖം. ഇതിലേതാണ് കലപ്പയുടെ പര്യായമല്ലാത്തത്? സീരം, ഹലം, കരി, മഖം. ഇതിലേതാണ് കലപ്പയുടെ പര്യായമല്ലാത്തത്? മഖമാണ് കലപ്പയുടെ പര്യായമല്ലാത്തത്. ഓപ്ഷൻ ഡി ആണ് കലപ്പയുടെ പര്യായമല്ലാത്തത്. അപ്പോൾ നമ്മൾ എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? സീരവും ഹലവും കരിയും കലപ്പയുടെ പര്യായ പദങ്ങളാണ്. സീരം, ഹലം, കരി. ഏതൊക്കെയാണ്? സീരം, ഹലം, കരി എന്നിവ കലപ്പയുടെ പര്യായ പദങ്ങളാണ്. ക്ലിയർ ആയോ? നമുക്ക് ഈ ചോദ്യങ്ങൾ ഒന്നും കൂടി നോക്കാം. ഇതിൽ രണ്ടുപേരുടെയും ഇഷ്ടം ഒന്നാകുക എന്നർത്ഥത്തിലുള്ള ശൈലിയാണ് അച്ഛൻ ഇച്ഛിച്ചതും പാല്, വൈദ്യൻ കൽപ്പിച്ചതും പാല്. അതുപോലെ തന്നെ ഈ തന്ന ഓപ്ഷൻസിൽ ഏതാണ് ലേഖകൻ എന്ന പദത്തിന്റെ സ്ത്രീലിംഗ രൂപം എന്ന് ചോദിച്ചാൽ ലേഖകന്റെ സ്ത്രീലിംഗ രൂപമാണ് ലേഖിക. അതുപോലെ തന്നെ ദീർഘം എന്ന പദത്തിന്റെ വിപരീത പദമാണ് ഹ്രസ്വം. ദീർഘത്തിന്റെ വിപരീത പദം ഏതാണ്? ദീർഘത്തിന്റെ വിപരീത പദമാണ് ഹ്രസ്വം. അതുപോലെ തന്നെ കലപ്പയുടെ പര്യായമല്ലാത്ത ശബ്ദം മഖമാണ്. കലപ്പയുടെ പര്യായ പദങ്ങളാണ് സീരം, ഹലം, കരി. കലപ്പയുടെ പര്യായ പദങ്ങൾ ഏതൊക്കെയാണ്? സീരം, ഹലം, കരി. അടുത്ത ചോദ്യത്തിലേക്ക് വരാം.
ഉപ്പു തൊട്ട് കർപ്പൂരം വരെ എന്നതിൽ തൊട്ട് വരെ എന്നിവ എന്താണ്? തൊട്ടുവരെ എന്നിവ എന്തായിട്ട് വരുന്നു? ഘടകമാണോ, ഗതിയാണോ, വ്യാക്ഷേപകമാണോ, കേവലമാണോ? പൊതുവെ ഇത്തരം ക്വസ്റ്റ്യൻസ് എല്ലാ പരീക്ഷകളിലും മലയാള ഭാഗത്ത് നിന്ന് ഉണ്ടാകാറില്ല. എങ്കിലും ഒരു മുൻവർഷ ചോദ്യം കണ്ടതുകൊണ്ട് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്. ഈ ഉപ്പു തൊട്ട് കർപ്പൂരം വരെ എന്നതിൽ തൊട്ടുവരെ അതെന്താണ്? തൊട്ടുവരെ എന്നിവ എന്താണ്? ഗതിയാണ്. അത് ഗതിയാണ്. ലീഗൽ പ്രൊസീജിയർ എന്നതിൻ്റെ ശരിയായ പരിഭാഷ. ലീഗൽ പ്രൊസീജിയറിൻ്റെ ശരിയായിട്ടുള്ള പരിഭാഷ ഏതാണ്? നോക്കാം. ലീഗൽ പ്രൊസീജിയർ അതിൻ്റെ ശരിയായിട്ടുള്ള പരിഭാഷയാണ് നിയമ നടപടി. ഓപ്ഷൻ എ ആണ്. ലീഗൽ പ്രൊസീജിയറിൻ്റെ ശരിയായ പരിഭാഷയാണ് നിയമ നടപടി. അപ്പം ലീഗൽ പ്രൊസീജിയറിൻ്റെ ശരിയായിട്ടുള്ള പരിഭാഷ ഏതാണ്? നിയമ നടപടി. തത്വം എന്ന പദം പിരിച്ചെഴുതുമ്പോൾ എങ്ങനെയാണ് വരുന്നത്? ഈ ഓപ്ഷൻസിൽ തത്വം എന്ന പദം പിരിച്ചെഴുതുമ്പോൾ തത് അധികം ത്വം ആണ് തത്വം. തത്വം എന്ന പദം പിരിച്ചെഴുതുമ്പോൾ എങ്ങനെയാണ് വരുന്നത്? തത് അധികം ത്വം ആണ് തത്വം. മരക്കൊമ്പ് എന്ന പദം വിഗ്രഹിക്കുമ്പോൾ എങ്ങനെയാണ് വരുന്നത്? മരക്കൊമ്പ് എന്ന പദം എങ്ങനെയാണ് വിഗ്രഹിച്ചെഴുതുന്നത്? മരത്തിൻ്റെ കൊമ്പാണ് മരക്കൊമ്പ് അല്ലേ? മരവും കൊമ്പുമല്ല, മരത്തിലെ കൊമ്പല്ല, മരമായ കൊമ്പുമല്ല, മരത്തിൻ്റെ കൊമ്പാണ് മരക്കൊമ്പ്. മരക്കൊമ്പ് എന്ന പദം വിഗ്രഹിക്കുമ്പോൾ എങ്ങനെയാണ്? മരത്തിൻ്റെ കൊമ്പാണ് മരക്കൊമ്പ്. ജനകൻ എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗ രൂപം എന്താണ്? ജനകൻ എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗ രൂപം ഏതാണ്? ജനകൻ, ജനനി. ജനകൻ, ജനനി. ജനകൻ എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗ രൂപമാണ് ജനനി. ജനകൻ, ജനനി. ആനവായിൽ അമ്പഴങ്ങ എന്ന ചൊല്ലുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ആനവായിൽ അമ്പഴങ്ങ എന്ന ചൊല്ലുകൊണ്ട് ഇവിടെ അർത്ഥമാക്കുന്നത് എന്താണ്? ഓപ്ഷൻസ് നോക്കാം. ആവശ്യത്തിനനുസരിച്ചില്ലാത്തത്, അത്യാവശ്യമുള്ളത്, അത്യാവശ്യമില്ലാത്തത്, വായ വലിയതായാൽ ഭക്ഷണം തികയില്ല. ഇതിലേതാണ് ആനവായിൽ അമ്പഴങ്ങ എന്ന ചൊല്ലുകൊണ്ട് അർത്ഥമാക്കുന്നത്? ആനവായിൽ അമ്പഴങ്ങ എന്ന ചൊല്ലുകൊണ്ട് അർത്ഥമാക്കുന്നത് ആവശ്യത്തിനനുസരിച്ചില്ലാത്തത് എന്നതാണ്. ഓപ്ഷൻ എ ആണ്. ആവശ്യത്തിനനുസരിച്ചില്ലാത്തതാണ് ആനവായിൽ അമ്പഴങ്ങ എന്ന ചൊല്ലുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഏതാണ് ആനവായിൽ അമ്പഴങ്ങ എന്ന ചൊല്ലുകൊണ്ട് അർത്ഥമാക്കുന്നത്? ആവശ്യത്തിനനുസരിച്ചില്ലാത്തത്. അതാണ് ആനവായിൽ അമ്പഴങ്ങ എന്ന ചൊല്ലുകൊണ്ട് അർത്ഥമാക്കുന്നത്. എല്ലാ അറിവുകളും സ്വായത്തമാക്കിയതിനാലാണ് ശങ്കരാചാര്യർക്ക് സർവജ്ഞപീഠം കയറാനായത്. അടിവരയിട്ട പദം ഏത് ബഹുവചന രൂപമാണ്? ഇവിടെ ശങ്കരാചാര്യർ എന്നത് ഏത് ബഹുവചന രൂപമാണ് എന്ന് ചോദിച്ചാൽ അത് പൂജക ബഹുവചനമാണ് കേട്ടോ. ശങ്കരാചാര്യർ എന്നത് ഏത് ബഹുവചനമാണ്? പൂജക ബഹുവചനമാണ്. നമ്മൾ ബഹുവചനങ്ങളും നോക്കിയിരുന്നു മുൻപൊരു ക്ലാസ്സിൽ. പൂജക ബഹുവചനമാണ് ഉത്തരം. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. എത്തിച്ചേരാൻ പ്രയാസമുള്ളത് എന്നതിനെ ഒറ്റപ്പദമാക്കിയാൽ എങ്ങനെ വരും? എത്തിച്ചേരാൻ പ്രയാസമുള്ളത് എന്നതിനെ ഒറ്റപ്പദമാക്കിയാൽ അപ്രാപ്യം. എന്താണ്? എത്തിച്ചേരാൻ ബുദ്ധിമുട്ടുള്ളതാണ് അപ്രാപ്യം. എന്താണ്? എത്തിച്ചേരാൻ പ്രയാസമുള്ളത് എന്നതിനെ ഒറ്റപ്പദമാക്കിയാൽ അത് അപ്രാപ്യമാണ് അല്ലേ? അപ്പം ദുർമാർഗമുണ്ട്, പ്രാപ്യസ്ഥാനമുണ്ട്, ദുർഗമമുണ്ട്. ഇതൊന്നുമല്ല, അപ്രാപ്യമാണ് എത്തിച്ചേരാൻ പ്രയാസമുള്ളത്. എത്തിച്ചേരാൻ പ്രയാസമുള്ളതിനെ ഒറ്റപ്പദമാക്കിയാൽ അത് അപ്രാപ്യമാണ്. കൊടുത്തു വരുന്നു എന്നതിൽ അടിവരയിട്ട പദം ഏത് വിഭാഗത്തിൽ പെടുന്നു? ഇവിടെ വരുന്നു എന്ന പദത്തിനാണല്ലേ അടിവരയിട്ടിരിക്കുന്നത്. അപ്പോൾ കൊടുത്തു വരുന്നു എന്നതിൽ അടിവരയിട്ട പദം ഏത് വിഭാഗത്തിലാണ് പെടുന്നത്? അത് അനുപ്രയോഗമാണ്. വരുന്നു, വരുന്നു എന്നത് എന്താണ്? അനുപ്രയോഗമാണ്. മാർഗം എന്നതിന് സമാനമായി ഉപയോഗിക്കുന്ന പദം ഏതാണ്? അതിനു മുൻപൊന്ന് പറയട്ടെ, ഇവിടെ ഈ അനുപ്രയോഗം, പ്രാപ്രയോഗം അതുപോലെയുള്ള ഇത്തരം ക്വസ്റ്റ്യൻസും പൊതുവെ എല്ലാ പരീക്ഷകളിലും ഉള്ളതല്ല. ഒരു മുൻവർഷ ചോദ്യം കണ്ടതുകൊണ്ട് ഞാൻ നിങ്ങളോട് കാണിക്കുന്നു എന്ന് മാത്രം. എല്ലാ പരീക്ഷകളിലും ഇത്തരം ക്വസ്റ്റ്യൻസ് വരാറില്ല.
മാർഗം എന്നതിന് സമാനമായി ഉപയോഗിക്കുന്ന പദം ഏതാണ്? മാർഗം എന്നതിന് സമാനമായിട്ട് ഉപയോഗിക്കുന്ന പദം ഏതാണ്? മാർഗത്തിന് സമാനമായി ഉപയോഗിക്കുന്ന പദമാണ് രഥ്യ. രഥ്യയാണ്, മിഥ്യയല്ല, തഥ്യയല്ല, സദ്യയല്ല. രഥ്യയാണ് മാർഗം എന്നതിന് സമാനമായിട്ട് ഉപയോഗിക്കുന്ന പദം. അടുത്ത ചോദ്യം, ശരിയായ വാക്യം ഏതാണ്? ഈ 4 ഓപ്ഷൻസിൽ ശരിയായിട്ടുള്ള വാക്യം ഏതാണെന്ന് പറയണം. ആവർത്തിച്ച് ചോദിച്ച് കാണുന്ന ഒരു ചോദ്യമാണിത്. അതുകൊണ്ട് തന്നെ ഇത്തരം ചോദ്യങ്ങൾ പരീക്ഷയിൽ നമ്മൾ ഇനിയും പ്രതീക്ഷിക്കണം. പണയം എന്ന സന്തോഷ് കുമാറിൻ്റെ കഥ വായിച്ചു. സന്തോഷ് കുമാറിൻ്റെ പണയം എന്ന കഥ വായിച്ചു. പണയം എന്ന സന്തോഷ് കുമാറിൻ്റെ വായിച്ച കഥ പണയം എന്നത് സന്തോഷ് കുമാറിൻ്റെതാണ്. ഇതിലേതാണ്? വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ ഉത്തരത്തിലേക്ക് എത്താൻ കഴിയും. ഓപ്ഷൻ ബി ആണ് ശരി. സന്തോഷ് കുമാറിൻ്റെ പണയം എന്ന കഥ വായിച്ചു. സന്തോഷ് കുമാറിൻ്റെ പണയം എന്ന കഥ വായിച്ചു. കുട്ടികളെല്ലാം അവരവരുടെ യഥാസ്ഥാനങ്ങളിൽ ഇരിക്കണമെന്ന് ഹെഡ് മാസ്റ്റർ അറിയിച്ചു. ഏതു പദം ഒഴിവാക്കിയാലാണ് വാക്യം ശരിയാവുക? നമ്മൾ തൊട്ടു മുൻപ് ചർച്ച ചെയ്ത ചോദ്യത്തിൻ്റെ തന്നെ സമാനമായൊരു ചോദ്യമാണ്. 4 ഓപ്ഷൻസ് തന്നിട്ട് അതിൽ നിന്നും ശരിയായ പദം എടുക്കുക എന്നത് അല്ല, മറിച്ച് എന്താണ്, ഒരു വാക്യം തന്നിട്ട് അതിൽ തെറ്റായിട്ടുള്ള ഏതു പദം ഒഴിവാക്കിക്കൊണ്ട് ആ വാക്യത്തെ ശരിയാക്കാം എന്നതാണ് ചോദ്യം. ഇവിടെ ഒന്ന് നോക്കൂ. കുട്ടികളെല്ലാം അവരവരുടെ യഥാസ്ഥാനങ്ങളിൽ ഇരിക്കണമെന്ന് ഹെഡ് മാസ്റ്റർ അറിയിച്ചു. ഇവിടെ അവരവരുടെ എന്ന പദം ഒഴിവാക്കിയാൽ എങ്ങനെ വരും? കുട്ടികളെല്ലാം യഥാസ്ഥാനങ്ങളിൽ ഇരിക്കണമെന്ന് ഹെഡ് മാസ്റ്റർ അറിയിച്ചു. അവരവരുടെയും യഥാസ്ഥാനവും കൂടി വേണ്ട അല്ലേ? ആ അർത്ഥം സമമായിട്ടല്ലേ വരാറ്. അതുകൊണ്ട് തന്നെ കുട്ടികളെല്ലാം യഥാസ്ഥാനങ്ങളിൽ ഇരിക്കണമെന്ന് ഹെഡ് മാസ്റ്റർ അറിയിച്ചു. ഇവിടെ അവരവരുടെ എന്ന പദമാണ് തെറ്റായിട്ടുള്ളത്. അതൊഴിവാക്കിയപ്പോൾ എന്താണ്? ആ ഒരു വാക്യം ശരിയായിട്ട് മാറി. നസ്യം പറയുക എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? എന്താണ് ശൈലി? നസ്യം പറയുക എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് ഗർവ് കാണിക്കുക, ഫലിതത്തോടുകൂടി പരിഹസിക്കുക, മനോരാജ്യത്തിൽ മുഴുകുക, കഴമ്പില്ലാത്ത കാര്യം പറയുക. ഇവിടെ ഓപ്ഷൻ ബി ആണ് ശരി. നസ്യം പറയുക എന്നാൽ ഫലിതത്തോടുകൂടി പരിഹസിക്കുക. എന്താണ് നസ്യം പറയുക എന്ന ശൈലിയുടെ അർത്ഥം? ഫലിതത്തോടുകൂടി പരിഹസിക്കുക എന്നതാണ് നസ്യം പറയുക എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത്. കുയിൽ എന്ന പദത്തിന് പര്യായ പദമായിട്ട് വരുന്നത് എന്താണ്? കുയിൽ എന്ന പദത്തിൻ്റെ പര്യായ പദമായിട്ട് വരുന്നത് പികമാണ്. കേകി, ശിഖ, ഗളം ഇതൊന്നും കുയിലിൻ്റെ പര്യായ പദങ്ങളല്ല. കുയിൽ എന്ന പദത്തിന് പര്യായ പദമായിട്ട് വരുന്നത് പികമാണ്. താഴെ കൊടുത്തവയിൽ ശരിയായി എഴുതിയിരിക്കുന്നത് ഏതാണ്? ഇതിൽ ശുശ്രൂഷയാണ് ശരിയായിട്ട് എഴുതിയിട്ടുള്ളത്. ബാക്കിയൊക്കെ തെറ്റായാണ് എഴുതിയിട്ടുള്ളത്. ശുശ്രൂഷയാണ് ശരിയായിട്ട് എഴുതിയത്. താഴെ കൊടുത്തവയിൽ വ്യത്യസ്തമായി സന്ധി ചെയ്തത് ഏതാണ്? എന്താണ് ചോദ്യം? ഇതിൽ വ്യത്യസ്തമായിട്ട് സന്ധി ചെയ്തത് ഏതാണ്? ചൊടി അധികം ആർന്ന്, ഇതാണ് വ്യത്യസ്തമായിട്ട് സന്ധി ചെയ്തിട്ടുള്ളത്. ഏതാണ്? ചൊടി അധികം ആർന്ന്. പതിഗേഹം എന്നത് ഘടകപദങ്ങളാക്കിയാൽ എങ്ങനെ വരും? പതിഗേഹത്തെ ഘടകപദങ്ങളാക്കിയാൽ അത് പതിയുടെ ഗേഹമാണ്. ഓപ്ഷൻ ബി ആണ് ശരി. പതിഗേഹത്തെ ഘടകപദങ്ങളാക്കിയാൽ അത് പതിയുടെ ഗേഹമാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. തിക്തം എന്നതിൻ്റെ വിപരീത പദമാണ് ഏതാണ്? ഓപ്ഷൻസിൽ തിക്തം എന്നതിൻ്റെ വിപരീത പദം. തിക്തത്തിൻ്റെ വിപരീത പദം ഏതാണ്? ഒന്ന് നോക്കിക്കേ. തിക്തത്തിൻ്റെ വിപരീത പദം, തിക്തം എന്നതിൻ്റെ വിപരീത പദമാണ് മധുരം. ഓപ്ഷൻ ബി ആണ് ശരി. തിക്തത്തിൻ്റെ വിപരീത പദമാണ് മധുരം. തിക്തം, മധുരം. പിൽക്കാലം എന്നത് ഏത് സന്ധി നിയമത്തിൻ്റെ പരിധിയിലാണ് വരുന്നത്? പിൽക്കാലം ഏത് സന്ധി നിയമത്തിലാണ് വരുന്നത്? പിൽക്കാലം ആദേശസന്ധിയാണ് അല്ലേ? പിൽക്കാലം ആദേശസന്ധിയാണ്. രജതം എന്ന വാക്കിൻ്റെ അർത്ഥമല്ലാത്തത് ഏതാണ്?
രജതത്തിൻ്റെ അർത്ഥമല്ലാത്തത് തളിരാണ്. സ്വർണം, വെള്ളി, രക്തം ഇങ്ങനെയൊക്കെ രജതത്തിന് അർത്ഥമുണ്ട്. എന്നാൽ തളിര് എന്നൊരർത്ഥം എന്തിനില്ല? രജതത്തിനില്ല. ബാലൻ എന്ന പദത്തിൻ്റെ എതിർലിംഗമായിട്ട് വരുന്ന പദം ഏതാണിതില്? ബാലകി, ബാല, ബാലിക, പെൺകുട്ടി. ബാലൻ എതിർപദമായിട്ട് വരുന്നത്, എതിർലിംഗമായിട്ട് വരുന്നത് ബാലന്റെ എതിർലിംഗം ബാലികയാണ് കേട്ടോ, ബാലിക. നിർബന്ധ ബുദ്ധിയെ സൂചിപ്പിക്കുന്ന ശൈലി ഏതാണ്? നിർബന്ധ ബുദ്ധിക്ക് സൂചിപ്പിക്കുന്നത് മർക്കടമുഷ്ടി എന്ന ശൈലിയാണല്ലേ. എന്താണ്? നിർബന്ധ ബുദ്ധിയെ സൂചിപ്പിക്കുന്ന ശൈലിയാണ് മർക്കടമുഷ്ടി. മന്ദം എന്നതിൻ്റെ വിപരീത പദം ഏതാണ്? മന്ദം എന്നതിൻ്റെ വിപരീത പദമാണ് ദ്രുതം. മന്ദത്തിന്റെ വിപരീത പദം ഏതാണ്? ദ്രുതമാണ്. സൂര്യചന്ദ്രന്മാർ എന്നത് ഘടകപദങ്ങൾക്ക് തുല്യ പ്രാധാന്യമുള്ള സമാസമാണ്. ഏതാണ്? സൂര്യചന്ദ്രന്മാർ എന്നത് എന്താണ്? ഘടകപദങ്ങൾക്ക് തുല്യ പ്രാധാന്യമുള്ള സമാസമാണ്. അതേതാണ് എന്നാണ് ചോദ്യം. ഈ ക്വസ്റ്റ്യനും നമ്മളോട് പൊതുവെ ചോദിക്കാറില്ല എല്ലാ പരീക്ഷകളിലും, എങ്കിലും കണ്ടതുകൊണ്ട് പറയുന്നു. അത് ദ്വന്ദ്വ സമാസമാണ്. മകളുടെ ഭർത്താവ് എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന പദം ഏതാണ്? മകളുടെ ഭർത്താവ് എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന പദം ജാമാതാവാണല്ലേ. മകളുടെ ഭർത്താവ് എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന പദമാണ് ജാമാതാവ്. താഴെ കൊടുത്ത പദങ്ങളിൽ ബഹുവചന രൂപം അല്ലാത്തത് ഏതാണ്? പെണ്ണുങ്ങൾ, കുഞ്ഞുങ്ങൾ, മക്കൾ, പെങ്ങൾ. ഇവിടെ എന്താണ്? ഇവിടെ പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരാളെ അല്ല, ഒന്നിലധികം ഉണ്ടല്ലേ. കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞാൽ ഒന്നിലധികമാണ്, മക്കൾ എന്ന് പറഞ്ഞാൽ ഒന്നിലധികമാണ്. എന്നാൽ പെങ്ങൾ എന്ന് പറയുമ്പോൾ അത് ഒരാളെയാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു ബഹുവചന രൂപമല്ല. അപ്പൊ ബഹുവചന രൂപത്തിന് ഉദാഹരണമല്ലാത്തത് പെങ്ങളാണ്. പല്ലവി പാടുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? പല്ലവി പാടുക എന്ന് പറഞ്ഞാൽ ആവർത്തിക്കുക എന്നാണ്. പഠിച്ചത് പറയുക, അവസാനിപ്പിക്കുക, ഓർത്തെടുക്കുക, ഇത്തരം അർത്ഥങ്ങളൊന്നുമല്ല. പല്ലവി പാടുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ആവർത്തിക്കുകയാണ്. പല്ലവി പാടുക എന്നാൽ ആവർത്തിക്കുക. വരും കാലം, വരും അധികം കാലം എന്നത് ചേർത്തെഴുതിയാൽ ഏത് സന്ധി നിയമമാണ് വരിക? വരും കാലം അല്ലേ? വരും അധികം കാലം, വരും അധികം കാലം ചേർത്തെഴുതിയാൽ ഏത് സന്ധി നിയമം വരും? അത് ആദേശസന്ധിയാണ് വരുന്നത് അല്ലേ. വരും അധികം കാലം, അത് ആദേശസന്ധിയായിട്ട് വരും. അപ്പം എന്താണ്? ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഇന്നത്തെ ഒരു ക്ലാസ്സിൽ നോക്കാനുള്ളത്. PSC പരീക്ഷകളിൽ ഏറ്റവും സുഖകരമായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയുന്നത് മലയാളത്തിൻ്റെ ഭാഗത്തു നിന്നാണ്. ഒന്ന് ശ്രദ്ധിച്ചാൽ ഏറ്റവും നന്നായിട്ട് മാർക്ക് കിട്ടുന്ന ഒരു ഭാഗം കൂടിയാണ്. അപ്പോൾ എന്ത് ചെയ്യുക? ഈ ചോദ്യങ്ങളെല്ലാം ഇപ്പോൾ തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക.